ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഇന്നോത്തുള്ള സെക്ഷന്റെ ഈ ശവസ്കൂള് പഠനത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുവാൻ എനിക്കധികം സന്തോഷമുണ്ട്. നമ്മൾ ഈ ക്വാർട്ടറിലെ 12ാമത്തെ പാഠത്തിലേക്ക് കടന്നു വരുന്നു. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനം നമുക്ക് പഠിക്കുവാൻ ദൈവം ഒരു അവസരം കൂടി ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാ പ്രിയ മക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഈ ആഴ്ചയിലെ പാഠത്തിന് തലക്കെട്ട് ദൈവം വിശ്വസ്തനാണ് എന്നാണ്. ഞാൻ മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യമാണ്. അത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളിച്ചെയ്ത വാഗ്ദത്തങ്ങളിൽ ഒന്നും വൃഥമാകാതെ സകലവും നിവൃത്തിയായി. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളിച്ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥമാകാതെ സകലവും നിവൃത്തിയായി എന്നാണ് മനപ്പാഠവാക്യം നൽകിയിരിക്കുന്നത്. നാം ഈ പാഠം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നതും യഹോവ എന്താണ് ഇസ്രായേൽ ഗൃഹത്തോട് വാഗ്ദാനം ചെയ്തത് അത് അതുപോലെ പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കുവാനും അത് യാഥാർത്ഥമായി തീരുവാനും തൻ്റെ മക്കളോട് യഹോവ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും അതേ വിധത്തിൽ തന്നെ ചെയ്തു കൊടുക്കുവാനും യഹോവ തന്റെ മക്കളോട് കരുണയും കൃപയും ഉള്ളവനായിരുന്നു എന്ന് നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലുപരിയായിട്ട് എത്രമാത്രം ദൈവജനമായ ഇസ്രായേൽ ദൈവത്തോട് വിശ്വസ്തയോടും സ്നേഹത്തോടും ദൈവസന്നിധിയിൽ യഹോവയോട് ചേർന്ന് ജീവിക്കേണ്ട ജനമാവുന്നു എന്ന് ഒരു ഓർമ്മപ്പെടുത്തലും ഒരു ആഹ്വാനവും നമുക്ക് ഈ പാഠത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അടികളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നൽകുകയുമേ തിരുനാമത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനം ഒരിക്കൽ കൂടി അടിയങ്ങൾക്ക് പഠിക്കുവാൻ തന്ന സമയത്തെ ഒത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പാഠം അടിയങ്ങളെ പഠിക്കുവാനും അതിലെ ദൂത് എന്ത് എന്ന് തിരിച്ചറിയുവാനും ദൈവം തന്റെ ജനമായ ഇസ്രായേൽ സംസാരിക്കുന്നതായ ഓരോ കാര്യങ്ങളും ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന അടിയങ്ങൾക്ക് ഏറ്റവും പ്രയോജനപൂർവ്വം ഏറ്റവും അനുഗ്രഹമാണ് എന്നടിയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് അടിയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പാഠം പഠിച്ച് ദൈവസന്നിധിയിൽ അവിടുത്തെ വിശ്വസ്ത മക്കളായി ജീവിക്കാൻ തക്കണം അടിയങ്ങൾ ഓരോരുത്തരും സഹായിക്കുകയും അവിടുത്തെ കൃപയിൽ അടിയങ്ങളെ വഴി നടത്തുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ശക്തിയിരിക്കുകയും ചെയ്യണമെന്ന് അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശു നാം ചോദിക്കുമ്പോൾ കൂടെ നൽകുകയുമേ. ആമേൻ. ഇവിടെ ആമുഖത്തിൽ 1961 ജനുവരി 20 ജോൺ എഫ് കെന്നഡി എന്ന അമേരിക്കൻ പ്രസിഡന്റ് തന്റെ ഉദ്ഘാടന വേളയിൽ അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. അത് 1366 വാക്കുകൾ മാത്രമാണ് തന്റെ പ്രസംഗത്തിൽ ജോൺ എഫ് കെന്നഡി ഉപയോഗിച്ചത് അല്ലെങ്കിൽ പ്രസംഗിച്ചത്. എന്നാൽ ആ ഒരു പ്രസംഗം അമേരിക്കൻ ജനതയെ വളരെയധികം സ്വാധീനിക്കാൻ ഇടയായി തീർന്നു. അമേരിക്കൻ ജനതയുടെ ജീവിതത്തിൽ അത് വളരെ സ്വാധീനം ചെലുത്തുവാനും അവരെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഒരു ഭരണ നേതൃത്വത്തോട് അടുപ്പിച്ചു നിർത്തുവാനും തങ്ങളുടെ രാഷ്ട്രത്തോട് തങ്ങൾക്ക് ഉണ്ടാവേണ്ടതായ എല്ലാ കടമയും സ്നേഹ ഉത്തരവാദിത്വം അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇവിടെ നമ്മൾ ആമുഖത്തിൽ കാണുന്നത് യോശുവയും ദൈവം ഏൽപ്പിച്ചു കൊടുത്ത തന്റെ ദൗത്യം പൂർത്തീകരിച്ചതിന് ശേഷം സമാധാനമായിട്ട് ദൈവമക്കളായ ഇസ്രായേൽ മിസ്രൈമില് താമസം ആരംഭിച്ച് അവരവരുടേതായ അവകാശങ്ങളിലേക്കും അവരുടേതായ കർത്തവ്യങ്ങളിലേക്കും അവർ വ്യാപൃതരായിട്ട് മാറിയതിനു ശേഷം യോശുവ വൃദ്ധനായി തന്റെ ദൗത്യം പൂർത്തീകരിച്ച് താനും മറ്റ് ഇസ്രായേൽ മക്കളെ പോലെ ജനങ്ങളെ പോലെ അവിടെ ആയിരിക്കുമ്പോൾ താൻ ഇസ്രായേലിന്റെ സകല ജനത്തെയും പ്രധാനപ്പെട്ട വ്യക്തികളെയും പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ വിളിച്ച് അവരോടൊരു ആഹ്വാനം യോശുവ നടത്തുന്നുണ്ട്. കാരണം താൻ ദൈവത്തിന്റെ ആലോചനപ്രകാരം കനാനിൽ കൊണ്ടുവന്ന ദൈവത്തിന്റെ മക്കളോട് താൻ വാർദ്ധക്യത്തിലേക്ക് വന്നു. ഇനി ഇതുവരെ താൻ അവരെ നടത്തുകയും അവർക്ക് ആലോചന കൊടുക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരുമായിട്ട് ചിന്തിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന, എല്ലാവരെ സഹായിക്കുന്ന, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി തനിക്ക് അനേക കാര്യങ്ങൾ ഇനി ചെയ്യുവാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരോട് പറഞ്ഞ കാര്യങ്ങൾ, അവരെ പഠിപ്പിക്കുവാൻ യേശുവ ഉദ്ദേശിച്ച കാര്യങ്ങൾ
അവർക്ക് ദൈവഹിത പ്രകാരം ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്തങ്ങളിൽ അവരോരോരുത്തരും എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് യോശുവ വളരെ വ്യക്തമായിട്ട് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ആ ജനത്തെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ആഹ്വാനം ഇവിടെ നടത്തുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 23-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ 23-ാം അധ്യായത്തിൽ യോശുവ ചെയ്യുന്ന പ്രസംഗം ഒരു വിടവാങ്ങൽ പ്രസംഗം പോലെ തന്നെ തന്റെ ജനമായ ഇസ്രായേൽ ഏതൊക്കെ വിധത്തിൽ എങ്ങനെയൊക്കെ അവർക്ക് ലഭിച്ച അവകാശത്തിന്മേൽ ജീവിച്ചുകൊണ്ട് അവകാശത്തിലായിരിക്കുമ്പോൾ ദൈവത്തോട് ഇതുവരെ തങ്ങളെ നടത്തി പരിപാലിച്ച് കൂടെയിരുന്ന് തങ്ങൾക്ക് വേണ്ടതൊക്കെയും നൽകി തന്നു അവരെ അനുഗ്രഹിച്ച ദൈവസന്നിധിയിൽ അവരെങ്ങനെ ആയിരിക്കണമെന്ന് അവിടെ വളരെ കൃത്യമായിട്ട് യോശുവ ആ ജനത്തോട് സംസാരിക്കുന്നുണ്ട്. എല്ലാം സംഭവിച്ചു എന്ന് രേഖപ്പെടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു. ദൈവം എന്തൊക്കെ ദൈവജനത്തിന് വാഗ്ദത്തം നൽകി, എന്തൊക്കെ കാര്യങ്ങൾ യോശുവയിലൂടെയും മോശയിലൂടെയും ദൈവജനത്തോട് സംസാരിച്ചു, അതൊക്കെ അങ്ങനെ തന്നെ നിറവേറ്റുവാനും പൂർത്തീകരിക്കുവാനും സാധിച്ചു. അങ്ങനെ എല്ലാ ദൈവമക്കളും ഇസ്രായേൽ ജനവും തങ്ങൾക്ക് അവകാശപ്പെട്ട അവകാശങ്ങളിന്മേൽ ആയിരിക്കാനും ഇനി സ്വസ്ഥമായിട്ട് ജീവിക്കുവാനും ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് ആയിരിക്കാനും അത് അവർ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് മുൻപോട്ട് അവർക്ക് ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് യോശുവ ചെയ്യുന്നത്. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ പറയുമ്പോൾ അവിടെ നാം വായിക്കുന്നത് യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമൊക്കെ കൊടുത്തു. അതുകൊണ്ട് ഈ ജനം ദൈവത്തോടും അതുപോലെ വിശ്വസ്തത ഉള്ളവരായിരിക്കണം, ആത്മാർത്ഥതയുള്ളവരായിരിക്കണം, ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യങ്ങളിലും ഏർപ്പെടുവാനോ ചെയ്യുവാനോ ജീവിക്കുവാനോ ചിന്തിക്കാതെ ദൈവത്തോട് ഏറ്റവും ചേർന്ന് ജീവിക്കുന്ന ഒരു ജനസമൂഹമായിട്ട് ഇസ്രായേൽ ആയിരിക്കണമെന്ന് യോശുവ ജനത്തോട് ആഹ്വാനം ചെയ്യുക. നമ്മൾ ആ 21-ാം അധ്യായം 43-45 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് യോശുവ സംസാരിക്കുന്നുണ്ട്. അത് മുഴുവൻ എടുത്ത് വായിക്കാനുള്ള സമയമില്ല. അതോട് ചേർന്ന് 2 തിമോഥെയോസ് 2-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ പൗലോസ് സംസാരിക്കുന്നതും ഇത് തന്നെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വേദഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ യോശുവ 21-ന്റെ 43-45 വരെയുള്ള വാക്യങ്ങളും 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന് 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും വേദപുസ്തകത്തിൽ ഏറ്റവും ഉന്നതമായ ഉപദേശങ്ങളും ഏറ്റവും ഘനമുള്ള വാക്യങ്ങളും ദൈവശാസ്ത്രപരമായിട്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ മനസ്സിലാക്കി തരുവാൻ ഏറ്റവും നമുക്ക് സഹായമായി തീരുന്ന വാക്യങ്ങളുമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ 2 തിമോഥെയോസ് 2-ന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പറയുമ്പോൾ അവിടെ പല കാര്യങ്ങൾ പൗലോസ് തന്റെ ജനത്തോട് സംസാരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ പല കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിലൊന്ന്, നമ്മുടെ വിശ്വാസത്തെ ആരും തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കും, നമ്മളെ സംശയത്തിൽ ആരും വീഴ്ത്താതിരിപ്പാൻ, നമ്മളോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തർക്കത്തിന് വരുവാൻ, വാഗ്വാദങ്ങൾക്ക് വരുവാൻ, നമ്മളെ സംശയത്തിൽ ആക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ പിന്തിരിപ്പിക്കുവാൻ, മറ്റുള്ളവരുടെ സ്വഭാവ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികൾ നാം അനുകരിച്ചുകൊണ്ട് അത്തരത്തിൽ അവരെ പോലെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ അല്ലെങ്കിൽ വീണു പോകാതിരിക്കുവാൻ ഇത്തരം അനേക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് അവിടെ പൗലോസ് പറയുന്നുണ്ട്. അവിടെ രേഖപ്പെടുന്ന ഒന്നിനും കൊള്ളരുതാത്ത വാഗ്വാദം നാം ചെയ്യാതിരിക്കുക, മറ്റുള്ള വ്യക്തികൾ നമ്മളെ അത്തരത്തിൽ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനുള്ള ഒരവസരം നാം അവർക്ക് കൊടുക്കാതിരിക്കുക, അത്തരം അനുഭവങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലാതിരിക്കുക,
അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നാം സ്വയം മാറി നിൽക്കുക. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം, അതിൽ വളരുവാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ യോശുവ 21:43 അത് ദേശത്തിന്റെ വിനിയോഗത്തെക്കുറിച്ച്, അവിടെ വസിക്കുന്ന രീതിയെ സംബന്ധിച്ച്, അവർ ചെയ്യേണ്ടതായ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുപോലെ 21:44 ഇപ്പോ ദൈവം എങ്ങനെ ഈ ജനത്തിന് അവരുടെ ശത്രുക്കളുടെ മേൽ വിജയം നൽകി, ഈ ദേശത്തിന്റെ നിയന്ത്രണം എങ്ങനെ ദൈവജനമായ ഇസ്രയേലിന് ലഭിച്ചു, എങ്ങനെ ഈ ദേശം അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ അധ്യായങ്ങളിൽ, ഈ വാക്യങ്ങളിൽ പറയുന്നുണ്ട്. യോശുവ 21:43, 44, 21:45, 21:43-45 നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാഗങ്ങളൊക്കെ ദൈവജനമായ ഇസ്രയേൽ ദൈവം എങ്ങനെ ഈ ജനത്തെ ആ വാഗ്ദത്ത ദേശത്തിലേക്ക് നടത്തുവാനും ആ ദേശം കൈവശമാക്കുവാനും സ്വന്തമാക്കുവാനും അവര് ആ ദേശത്ത് ഇവർക്ക് പാർക്കുവാനുള്ള അവസരം ഒരുക്കുവാൻ എന്തൊക്കെ കാര്യങ്ങൾ യഹോവ ഈ ജനത്തിന് ചെയ്തുവെന്നും അവർ ഓർത്തുകൊണ്ട് ആ ദേശത്ത് പാർക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവര് ആലോചിച്ച്, അവര് ഓർത്ത്, അത് മനസ്സിൽ വെച്ചുകൊണ്ട് ആ ദൈവത്തോട് മാത്രം ചേർന്ന് നിന്നുകൊണ്ട് ജീവിപ്പാനും ആ ദൈവത്തിന്റെ നിയമങ്ങൾ പ്രമാണിച്ചുകൊണ്ട് ആ ദൈവത്തോട് വിശ്വസ്തയുള്ള മക്കളായിട്ട് ആ ദേശത്തെ അനുഗ്രഹം അനുഭവിക്കുവാൻ, പ്രാപിക്കുവാൻ തങ്ങളെ തന്നെ ഒരുക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഒന്നുകൂടി അവരോട് ആവർത്തിച്ച് പറഞ്ഞ് ഉറപ്പാക്കുക എന്ന ആ കർത്തവ്യം നിർവഹിക്കുവാനാണ് യോശുവ ഈ ഒരു ആഹ്വാനം ഈ ഇസ്രായേൽ ജനത്തിന് ചെയ്യുന്നത്. ഇപ്പൊ യഹോവ ദേശമെല്ലാം ഇസ്രായേലിന് കൊടുത്തു. നമ്മളത് യോശുവ 21:43 വായിക്കുന്നു. അവരുടെ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. 44 വാക്യം നമ്മളത് വായിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ജനത്തോട്, അല്ല ഇസ്രായേൽ ജനത്തിലുള്ള സകല ആൾക്കാരും, അല്ലെ എല്ലാ ഗ്രഹത്തോടും ചെയ്ത എല്ലാ വാഗ്ദത്തങ്ങളും അതുപോലെ നിവർത്തിക്കുവാൻ യഹോവ ആ ജനത്തോട് സ്നേഹവും കരുണയും ഉള്ളവനായിരുന്നു. അതുപോലെ ഈ ഭൂമിയെ നൽകാമെന്ന് വാഗ്ദാനം നൽകിയതും ശത്രുക്കളെ തങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തതും ദൈവമാണ് എന്ന കാര്യം ആ ജനം ഓർക്കേണ്ടത് ആവശ്യമാണ്. അത് ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം, ഈ ഇസ്രായേൽ ജനം എന്ന് പറയുന്ന ഈ ഒരു ജനസമൂഹം ഒരു യുദ്ധത്തിന് വേണ്ടി പ്രാപ്തരും പരിശീലനം നേടിയവരും അതിനുള്ള സന്നാഹങ്ങളുമായിട്ട് ശത്രുക്കളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് യാത്ര ചെയ്ത് വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കാം എന്നുള്ള ആ പദ്ധതിയോടെ ഇറങ്ങിത്തിരിച്ച ജനമല്ല. ആ ഒരു വലിയ യുദ്ധം ഈ ജനം ചെയ്ത് ശത്രുക്കളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ അല്ലെങ്കിൽ സൈന്യ ബലം കൊണ്ട്, അവരുടെ ശാരീരിക ബലം കൊണ്ട്, അവരുടെ കാര്യക്ഷമത കൊണ്ട് അവർക്ക് ആ ദേശം കൈവശമാക്കുവാൻ കഴിയും എന്ന ധാരണയിൽ ഇറങ്ങി പുറപ്പെട്ട ജനവുമല്ല ഇസ്രായേൽ ജനം. അവിടെ നാം മനസ്സിലാക്കുന്നത് ഇസ്രായേലിന്റെ എല്ലാ വിജയങ്ങൾക്കും കാരണം ദൈവികമായ മുൻകൈയും ദൈവത്തിന്റെ വിശ്വസ്തയും മാത്രമാണ് എന്ന് ആ ജനം മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ അവർ ബാധ്യസ്ഥരാണ്, ഓർക്കേണ്ടതാണ് എന്നാണ് യോശുവ അവരെ ഓർമ്മപ്പെടുത്തുന്നതോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു വാക്യം പറയുന്നത്, നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും, നാം തള്ളിപ്പറയും എങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 11-13 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ ജീവിക്കും, നാം കർത്താവിന്റെ കൂടെ മരിക്കുന്നുവെങ്കിൽ, കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നുവെങ്കിൽ, കർത്താവ് എങ്ങനെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവനിലേക്ക് കടന്നു വന്നു, മരണത്തെ തോൽപ്പിച്ചുവോ, അതുപോലെ നാം ജീവിക്കും എന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല, സഹിക്കുന്നുവെങ്കിൽ നാം കൂടെ വാഴും. എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ ജീവിക്കുമ്പോൾ ഈ ദൈവജനവും ഇസ്രായേലും ദൈവത്തോട് കൂടെ ജീവിക്കുവാൻ പല കാര്യങ്ങളും അവർ സഹിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, പല കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, പല കാര്യങ്ങളും തരണം ചെയ്തതായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സന്ദർഭങ്ങളിലൊക്കെ അവർ ദൈവത്തോട് കൂടെ തന്നെ ആവുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവർ ജീവിച്ചു. നാമും ദൈവത്തോടു കൂടെ ആവുന്നുവെങ്കിൽ
ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് കർത്താവിൽ നിന്നുകൊണ്ട്, കർത്താവിൽ ജീവിച്ചുകൊണ്ട് സഹിക്കുവാനും വഹിക്കുവാനും അതിനെ നമുക്ക് ഉൾക്കൊള്ളുവാനും കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നാമും ജീവിക്കും. പരീക്ഷകൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നാം തളർന്നു പോകുന്നുവെങ്കിൽ, വീണു പോകുന്നുവെങ്കിൽ, ദൈവത്തെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ, ദൈവത്തോട് നാം മത്സരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നാം നമ്മുടെ അപരാധികളും നമ്മുടെ പരാതികളും പറഞ്ഞുകൊണ്ട് നമ്മൾ പിറുപിറുക്കുന്നുവെങ്കിൽ നാം ദൈവത്തോടു കൂടെ ജീവിക്കുകയില്ല. അപ്പൊ നാം തള്ളിപ്പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവവും നമ്മെ തള്ളിപ്പറയും. അപ്പൊ തന്റെ സ്വഭാവം ത്യജിപ്പാൻ ദൈവത്തിന് കഴിയില്ല. കാരണം അതുകൊണ്ട് നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം എന്ത് ചെയ്യുന്നു? വിശ്വസ്തനായിട്ട് പാർക്കുന്നു. പലപ്പോഴും നമ്മൾ ദൈവസ്ഥാനത്ത് അവിശ്വസ്തരാവാം, അവിശ്വസ്ത പ്രവർത്തിക്കാം, ദൈവത്തോട് നന്ദിയില്ലാതെ ജീവിക്കാം, ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കാം. നമുക്ക് പെട്ടെന്ന് കാണുന്ന, പെട്ടെന്ന് മനസ്സിലാക്കുന്ന, അല്ലെ പെട്ടെന്ന് അറിയുന്ന, പെട്ടെന്ന് നമുക്ക് ആഭിമുഖ്യം തോന്നുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ആകർഷിക്കപ്പെടാം, നമുക്കതിലേക്ക് വീണ്ടും പോകാം. എന്നാൽ ദൈവം എപ്പോഴും മാറ്റമില്ലാത്ത ദൈവവും, അവന്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരിക്കലും മാറ്റമുണ്ടാകാത്തതും, അവന്റെ സ്നേഹം ഒരിക്കലും ഉതിർന്നു പോകാത്തതും ആകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എല്ലാം ദൈവം അവരോട് സംസാരിച്ചതുപോലെ സംഭവിച്ചു. അതുകൊണ്ട് സകല ശത്രുക്കളെയും അവരുടെ കാൽക്കീഴിൽ ആക്കിക്കൊണ്ട്, അവരെ നശിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് കനാൻ ദേശം ശാശ്വതം എന്ന് പറഞ്ഞാൽ അവര് പൂർണ്ണമായിട്ടും അവിടെ സ്ഥിരമായിട്ട് വസിക്കുന്നു എന്നല്ല, അവർക്ക് നൽകുമെന്ന് ദൈവം യോശുവയോട് പറഞ്ഞ പ്രകാരം യോശുവ അത് അവർക്ക് വിഭാഗിച്ച് കൊടുത്തുകൊണ്ട് അവരവരുടെ അവകാശങ്ങളിൽ അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കുവാനുള്ള ഒരു വലിയ അനുഗ്രഹം, ഒരു വലിയ അവസരം ദൈവം അവർക്ക് നൽകി എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കും. പിന്നെ നാം കാണുന്ന യോശുവയുടെ ഒരു ആശങ്കയുടെ അടയാളം എന്ന് പറയുന്നത് ഈ അനുസരണത്തിന്റെ പൂർണ്ണമായ അവസ്ഥയെ ഉൾക്കൊള്ളുന്ന കാര്യം. അപ്പം അത് നാം എത്രമാത്രം ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ദൈവത്തോടുള്ള അനുസരണം നിലനിൽക്കുന്നത്. പൂർണ്ണമായിട്ട് നമുക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് ദൈവത്തെ അനുസരിക്കുവാനും കഴിയില്ല. നാം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരെയാണ് നാം അനുസരിക്കുന്നത്. അപ്പൊ നമുക്ക് പൂർണ്ണമായ അനുസരണം ഉണ്ടാവണമെങ്കിൽ നമുക്ക് പൂർണ്ണമായ സ്നേഹവും പൂർണ്ണമായ വിശ്വാസവും ദൈവത്തിൽ ഉണ്ടാവണം. അപ്പൊ വിജയം, ഈ ഇസ്രായേൽ ജനത്തിന്റെ വിജയം എന്ന് പറയുന്നത് അത് അവർക്ക് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ എന്നേക്കുമായുള്ള വിജയം ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആ ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം നിവർത്തിച്ചു, ദൈവം പാലിച്ചു, അവർക്ക് അത് നൽകി. അവർക്ക് നൽകാം എന്ന് പറഞ്ഞ അനുഗ്രഹം അവർക്ക് നൽകി. അപ്പൊ ദൈവവചനത്തോടും ദൈവത്തിന്റെ ആഹ്വാനങ്ങളോടും നാം എത്രമാത്രം അനുസരണമുള്ളവരായിട്ട് ഇരിക്കുന്നു, അതനുസരിച്ചാണ് നമ്മുടെ തുടർന്നുള്ള അനുഗ്രഹവും നമ്മുടെ ജീവിതം. ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നാം ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ ജീവിക്കുന്ന മക്കളായി തീരണമെങ്കിൽ, ആ അനുഗ്രഹം പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് പ്രാപിക്കാൻ കഴിയണമെങ്കിൽ, ആ അനുഗ്രഹത്തിൽ നാം എത്രമാത്രം സന്തോഷമുള്ളവരായിട്ട് ജീവിക്കണം ദൈവം ആഗ്രഹിക്കുന്നുവോ അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിൽ നാം തീർച്ചയായിട്ടും ദൈവത്തോട് പൂർണ്ണ വിശ്വാസവും സ്നേഹവും ഉള്ളവരായിരിക്കണം എന്ന് നാം ഇവിടെ ഓർക്കുന്നത് നന്നാണ്. അപ്പം ആ ജനത്തിന് ഈ മിസ്രയീം ദേശം, കനാന്യ ദേശം കൈവശപ്പെടുത്തുവാൻ അവർക്ക് എങ്ങനെ സാധ്യമായി എന്ന് ദൈവം തന്നെ ഒരിക്കൽ കൂടി അവരോട് പറയുകയാണ്. ഈ ശത്രുക്കളെ എങ്ങനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഈ ദേശം അവർക്ക് കൊടുക്കുവാൻ ഇടയായി തീർന്നു എന്ന് കർത്താവ് ദൈവം അവരോട് വിവരിക്കുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ സൈനിക ശക്തിയിലൂടെ അല്ല, അവരുടെ കായിക ബലത്തിലല്ല, അവരുടെ ബുദ്ധിശക്തിയിലല്ല, അവരുടെ ഐക്യത്തിലുമല്ല, അത് ദൈവത്തിന്റെ ഇടപെടലുകളുടെയാണ് അവർക്ക് ഈ ഭൂമി കൈവശപ്പെടുത്തുവാൻ കഴിഞ്ഞത് എന്നത് വളരെ വ്യക്തവും വളരെ തെളിവാർന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് എന്ത് ലഭിച്ചിട്ടുണ്ട്, നാം എങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണ്,
അത് നമ്മുടെ കഴിവും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ യോഗ്യതകളും അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിശക്തി നമ്മുടെ പ്രവർത്തനത്തിൻ്റെതായ മികവും ഒന്നും അല്ല എന്ന് പറഞ്ഞാൽ ഒന്നും അല്ല എന്നല്ല. അത്തരത്തിൽ പ്രവർത്തിക്കുവാനും ആലോചിക്കുവാനും കാര്യങ്ങൾ വ്യക്തമായി ചെയ്യുവാനും നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ബുദ്ധി, ദൈവത്തിന്റെ ജ്ഞാനം ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ നമുക്ക് തീർച്ചയായും ദൈവഹിത പ്രകാരം ഒരു കാര്യം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുത്തുവാൻ നമുക്ക് കഴിയില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഏത് ഉത്തരവാദിത്തങ്ങളും, ഏത് ജോലിയും, ഏത് ശുശ്രൂഷകളും ദൈവത്തിന്റെ ആലോചന പോലെ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയണമെങ്കിൽ നാം പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിച്ചെങ്കിലേ നമുക്കതിന് സാധ്യമാകൂ. അവിടെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ജ്ഞാനവും നമ്മുടെ കഴിവും നാം ഉപയോഗിക്കുന്നുവെങ്കിൽ അതൊരിക്കലും ദൈവഹിത പ്രകാരം നമുക്ക് പൂർത്തീകരിക്കുവാനോ ദൈവം എന്ത് അനുഗ്രഹം നമുക്ക് അതിലൂടെ നൽകുവാൻ ആഗ്രഹിക്കുന്നുവോ അത് നമുക്ക് പ്രാപിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആലോചിക്കുവാനും ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനും ഓരോ കാര്യങ്ങളുടേതായ ദോഷങ്ങളും ഗുണങ്ങളും നമ്മളെ മനസ്സിലാക്കി തരുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്നതും ഉയരത്തിലെ ജ്ഞാനമാണ്. ആ ഉയരത്തിലെ ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് അതിന് പ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും നമുക്ക് ദൈവഹിത പ്രകാരം പൂർത്തീകരിക്കാനും അതിന്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാനും കഴിയുന്നത്. നാം 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവർ. നമുക്ക് യോശുവ ഇസ്രായേൽ ജനത്തോട് ഓർമ്മപ്പെടുത്തി അവരോട് പറഞ്ഞ കാര്യം അപ്പോസ്തലൻ ഇവിടെ വിശുദ്ധ മത്തായി അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങൾ. ഇതുകൊണ്ടാണ് നാം മനസ്സിലാക്കുന്നത് ഇസ്രായേൽ ജനമായാലും നമ്മെ സംബന്ധിച്ചും എപ്പോഴും നാം പ്രവർത്തിക്കുന്നതും നാം ചരിക്കുന്നതും നാം വളരുന്നതും ഒക്കെ നമ്മുടെ ചിന്തകളോ ജഡികമായ നമ്മുടെ മറ്റ് സാഹചര്യങ്ങളോ ഭൗതികമായിട്ടുള്ള നമ്മുടെ ചുറ്റുപാടുകളോ എന്റേതായ സഹായം കൊണ്ടല്ല, മറിച്ച് അതിന്മേൽ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ഉള്ളത് കൊണ്ടാണ്. ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പൂർത്തീകരിക്കപ്പെട്ടതും അല്ലെങ്കിൽ മാറ്റമില്ലാത്തതുമായ ഒരു ജയം അല്ലെങ്കിൽ അവരുടെ വിജയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്താലും ദൈവത്തിന്റെ വിശ്വസ്തയാലും അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞു. ആ അനുഗ്രഹം അല്ലെങ്കിൽ ഈ കനാൻ ദേശം അവർ കൈവശമാക്കി അവർക്ക് സ്വന്തമായി അനുഗ്രഹം പ്രാപിച്ചു എന്ന് നാം കാണുന്നുവെങ്കിലും അതൊരിക്കലും ഒരു പൂർണ്ണമായ യാഥാർത്ഥ്യമല്ല, അല്ലെങ്കിൽ അന്തിമമായ ഒരു കാര്യവുമല്ല. അതിൽ നിന്ന് മാറ്റം വരിക, അവസ്ഥയ്ക്ക് മാറ്റം വരാം, സാഹചര്യങ്ങൾക്ക് മാറ്റം വരാം, ജീവിത അനുഭവങ്ങൾക്കും മാറ്റമുണ്ടാകാൻ സാധിക്കും. ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നാം ദൈവത്തിന്റെ മക്കളായിട്ട് സ്നാനം സ്വീകരിച്ച് വിശ്വാസത്തിലൂടെ നമ്മൾ കടന്നു വന്ന് ഒരു ദൈവത്തിന്റെ മകനും മകളും ഒക്കെ ആയി ജീവിക്കുമ്പോൾ ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയുവാൻ കഴിയില്ല. നാം എവിടെ തെറ്റിപ്പോകുന്നുവോ, എവിടെ വീഴ്ച സംഭവിക്കുന്നുവോ, എവിടെ ദൈവഹിതത്തിനല്ലാത്ത ദൈവഹിതത്തിനെതിരായ ഒരു ജീവിത അനുഭവം നമുക്ക് ഉണ്ടാവുന്നുവോ, അല്ലെ നാം എവിടെ ദൈവത്തിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നുവോ അവിടെ ഈ അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെടുവാനും നാം ഒരുപക്ഷെ അതിനേക്കാൾ വലിയ പ്രയാസത്തിലേക്ക് അല്ലെങ്കിൽ വളരെ ദയനീയമായ ഒരു ജീവിത അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകുവാൻ ഇടയുണ്ട് എന്ന്. ഇപ്പൊ നമ്മൾ വായിക്കുന്നത് യോശുവ 23:10 പറയുന്നത്, നിങ്ങൾ ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് നിങ്ങൾ ഒരുത്തൻ 1000 പേരെ ഓടിച്ചിരിക്കുന്നു. അപ്പോ എത്രമാത്രം ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയാൽ നമുക്ക് വെല്ലുവിളികളെയും പോരാട്ടങ്ങളെയും അതിജീവിക്കാൻ കഴിയും. അവിടെ സൈനിക ബലമില്ലാതെ
അല്ലെങ്കിൽ മറ്റ് ശക്തികളുടെ സഹായമില്ലാതെ യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും നമ്മുടെ കൂടെ ആയിരിക്കുകയും ചെയ്യുമ്പോൾ ഒരുത്തൻ 1000 പേരെ ഓടിക്കുവാൻ കഴിയുന്ന തരത്തിൽ ദൈവിക ശക്തിയെ പ്രാപിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയും. ഗോലിയാത്തിനെ കൊല്ലുവാൻ ചെറിയ ബാലനായ ദാവീദിനെ സഹായിച്ചത് എന്താണ് എന്ന് നമുക്കറിയാം. ദാവീദ് പറഞ്ഞത്, ഞാൻ യഹോവയുടെ നാമത്തിൽ വരുന്നു. ഗോലിയാത്ത് എത്ര ആചാരബാഹുവായ പടച്ചട്ടുകൾ അണിഞ്ഞുകൊണ്ട് ശിരസ്ത്രമുള്ള ആയുധം കയ്യിലുള്ള ഒരു വലിയ പോരാളി ആവുന്നുവെങ്കിലും ദാവീദ് ഒന്നുമില്ലാതെ ഒരു കവണയും കയ്യിൽ 5 കല്ലുകൾ മാത്രം, അതൊരു ആയുധമല്ല നമുക്കറിയാം. ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ആ നാമത്തിൽ ഗോലിയാത്തിന് നേരെ പോയ ദാവീദിന് മല്ലനായ ഗോലിയാത്തിനെ ആ ഇസ്രായേലിലെ സകല ജനവും, യോദ്ധാക്കളും രാജാവും നോക്കി നിൽക്കുമ്പോൾ തന്നെ അവനെ വീഴ്ത്തുവാൻ ദാവീദിന് കഴിഞ്ഞു. അപ്പോ നിങ്ങൾ ഒരുത്തൻ 1000 പേരെ ഓടിച്ചു കളയുന്ന ആ ശക്തി ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് നാം ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കുമ്പോഴാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇപ്പൊ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനാൽ നമുക്കും കഴിയണമെങ്കിൽ തീർച്ചയായും നാമും പൂർണ്ണമായിട്ട് ദൈവത്തോട് ചേർന്നുകൊണ്ട് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ നിയമങ്ങളും അനുസരിച്ച് ദൈവത്തെ മാത്രം സ്നേഹിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ നാം ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കുമ്പോൾ ഈ വായിച്ചു കേട്ട വചനം പോലെയും ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ യാഥാർത്ഥ്യങ്ങൾ പോലെയും അവർ അനുഭവിക്കുന്നതായ ഒരു സ്വസ്ഥത ഈ സമയത്ത് അവരുടേത് അവകാശങ്ങൾ ശാശ്വതമായിട്ട് അവർ പ്രാപിച്ചുകൊണ്ട് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ വഴി നടത്തുന്നത് പോലെയും ഒരു ശാശ്വത അവകാശത്തിലേക്ക് നമ്മളെ വഴി നടത്തുവാനും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെയും കൂട്ടിക്കൊണ്ടു പോകുവാനും ദൈവത്തിന് കഴിയും എന്ന് നമ്മൾ ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുകയാണ്. ഇപ്പൊ യോശുവയുടെ ആശയങ്ങളുടെ അടയാളം ഈ ജനം തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കും, കാരണം അവരുടെ സ്വഭാവം എന്ത് എന്ന് അവരോടുകൂടെ തന്നെ ജീവിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് യേശു. അതുകൊണ്ട് തന്നെ ദൈവത്തോട് മത്സരിച്ച അവിശ്വാസമുണ്ടായിരുന്ന തലമുറയെ മരുഭൂമിയിൽ അവർ നശിച്ചു പോയത് കണ്ട് അത് മനസ്സിലാക്കിയ വ്യക്തിയാണ് യേശു. അവർ പിന്മുറക്കാരായിരിക്കുന്ന ഈ ജനവും ദൈവം ചെയ്ത അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ദൈവത്തിന്റെ വിശ്വസ്തതയെയും ദൈവത്തിന്റെ സ്നേഹത്തെയും എത്രമാത്രം ഇനിയും അവർ കൊണ്ടുകൊണ്ട് ദൈവമക്കളായിട്ട് തുറന്ന് ജീവിക്കുവാൻ അവർക്ക് സാധിക്കുമെന്നുള്ള ആശങ്ക യോശുവയുടെ മനസ്സിൽ അപ്പോഴും നിലനിൽക്കുന്നുകൊണ്ടാണ് യോശുവ ഈ ജനത്തെ മുഴുവൻ വിളിച്ച് അവരോട് വീണ്ടും ഈ കാര്യം ഓർമ്മപ്പെടുത്തുവാൻ ഇടയായി തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം അടുത്ത ഭാഗത്ത് വരുമ്പോൾ ഇസ്രായേലിനായിട്ട് ഏറ്റെടുക്കുന്ന ദൗത്യം പ്രാഥമികമായിട്ട് നാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൈനിക സ്വഭാവമുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോയി ആ ദേശം അവർക്ക് സ്വന്തമായിട്ട് കൊടുക്കുവാനിടയായി തീർന്നത് ഇസ്രായേലിന്റെ സൈനിക ബലത്താൽ അല്ല, അവരുടെ ആയുധങ്ങളുടെ ആധിക്യം കൊണ്ട് അല്ല, അവരുടെ ബുദ്ധിപരമായ ആലോചന കൊണ്ടല്ല. ഇവിടെ അത് ആത്മീയമായ ഒരു വലിയ നേട്ടമായിട്ടാണ് നാം ഇതിനെ കാണുന്നത്. ഇപ്പോ സൈന്യബലത്തിലൂടെ അല്ലാതെ ശക്തിയുടെ അല്ലാതെ ദൈവജനത്തിന് ശാശ്വതമായ ഒരു അവകാശത്തിലേക്ക് വരെ വഴി നടത്തുവാൻ ഒരു ആത്മീയമായ ഒരു വലിയ ദർശനം അവർക്ക് കൊടുത്തുകൊണ്ട് ഒരു വലിയ വെളിച്ചത്തിലേക്ക് വരെ നയിച്ചുകൊണ്ട് ആ
ആത്മീയ വെളിച്ചത്തിൽ അവര് തുറന്നും നിലനിന്നുകൊണ്ട് അവർക്ക് ദൈവമുഖാന്തരം ലഭിച്ച അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ദൈവമക്കളായിട്ട് തുറന്ന് ജീവിക്കുവാനുള്ള ഒരു അവസ്ഥ അവർ തന്നെ തുടർന്നും അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്നൊരു വലിയ ഉത്തരവാദിത്വം അവരെ ഓർമ്മപ്പെടുത്തുവാൻ ഇവിടെ യോശുവ ശ്രമിക്കുകയാണ്. ഇപ്പോ ഇസ്രായേൽ ജനമായാലും ഇന്ന് ഈ അന്ത്യകാലത്ത് ജീവിക്കുന്ന നാം ആയാലും നമ്മുടെ അനുഗ്രഹം നാം എങ്ങനെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുകയും ദൈവഹിതം നാം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് അതിനോട് ബന്ധപ്പെട്ട ഒരു വാക്യം യോശുവ 23:6 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന കാര്യം, ദൈവിക കൽപ്പനകൾ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്, ഏറ്റവും ഉറപ്പുള്ളവരായിരിക്കുവാനും അവരുടെ ഇടയിൽ ശേഷിച്ചിരുന്ന അന്യജാതികളോട് ഇടകലരാതെ അവർ ദേവന്മാരുടെ നാമം ജപിക്കാതെ നമസ്കരിക്കാതെ അവർ യഹോവയോട് ദൈവത്തോട് വിശ്വസ്തയുള്ളവരായിട്ട് ജീവിക്കണം എന്ന് അവിടെ യോശുവ വീണ്ടും അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ അതിലൂടെ യോശുവ പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇസ്രയേലിന്റെ അപകടം എന്ന് പറയുന്നത്, അല്ലെ ഇസ്രയേലിന്റെ മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് അവിടെ ശേഷിക്കുന്ന മറ്റ് ജനങ്ങളല്ല, അവരുടെ ഭീഷണിയല്ല, മറിച്ച് ആ ശേഷിക്കുന്ന ജനം ഇസ്രായേൽ ജനത്തോട് സഖ്യത ചെയ്യുമ്പോൾ, സ്നേഹം സ്ഥാപിക്കുമ്പോൾ, സൗഹൃദം സ്ഥാപിക്കുമ്പോൾ, അവരുമായിട്ട് ഇടകലർന്ന് അവരുടെ ജീവിതങ്ങളോട് യോജിച്ചുകൊണ്ട് അവരുമായിട്ട് സംസർഗം ചെയ്ത് അവരുടെ വിശ്വാസവും അവരുടെ ആരാധനകളും അവരുടെ ദേവന്മാരുമായിട്ട് ഒരു ബന്ധം ഇസ്രായേൽ ജനത്തിന് ഉണ്ടാകുമോ എന്നതാണ്. അവിടെയാണ് യോശുവ ഈ ജനത്തോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അത് തന്നെയാണ് 23-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. കാരണം ഈ ജനം കനാനിൽ ശേഷിക്കുന്ന മറ്റ് ജനങ്ങളോട് ഇടകലരുവാനോ അവരുടെ വിശ്വാസത്തെ നോക്കിക്കാണുവാനോ അവരുടെ ആരാധനാമൂർത്തികളെ ആരാധിക്കുവാനോ അവരുടെ നാമം ഇവരുടെ വായിലെടുക്കുവാനോ അല്ലെ അവരെ നമസ്കരിക്കുവാനോ ഒരിക്കലും തുനിയരുത്, ഒരിക്കലും ചെയ്യരുത്. ആ ജനവുമായിട്ട് യാതൊരു തരത്തിലുള്ള ഇടകലരും ഉണ്ടാവരുത്. അത് ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസത്തെയും അവരുടെ ജീവിതത്തെയും അത് നശിപ്പിക്കുവാന് ഇടയായി തീരും എന്ന് അവിടെ പറയുക. അവർ ഉൾപ്പെട്ടിരിക്കുന്ന സംഘർഷം അത് ആത്യന്തികമായിട്ട് ആത്മീയമാണ്, ഒരു ആത്മീയമായ വസ്തുതയിലേക്കാണ് അവരെ യോശുവ അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത്, അല്ലെ അവരുടെ ശ്രദ്ധയെ തിരിക്കുവാൻ യോശുവ ശ്രമിക്കുന്നതും അതാണ്. സാധാരണ പുരാതന രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും അനേക ദേവതമാരും ദേവന്മാരും, ഈജിപ്തിലെ കാര്യത്തെക്കുറിച്ച് നാം പഠിച്ചിട്ടുള്ളതുപോലെ ഗ്രീക്കിലായാലും റോമിലായാലും മെസൊപ്പൊത്തേമിയയിലായാലും മറ്റു പല രാജ്യങ്ങളിലായാലും അനേക ഈ ദേവന്മാരും ദേവതകളും അവരുടെ പേരുകൾ ഓരോ കാര്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയും അവരുടെ പേരുകൾ പരാമർശിക്കുകയും പറയുകയും കൃഷിയായാലും മറ്റ് ഏത് ജോലിയായാലും കാലാവസ്ഥയായാലും മഴയായാലും വെയിലായാലും അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അവരുടെ ഇതുപോലുള്ള ദേവതകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള സൗഹൃദം കൊണ്ടും ഇത്തരത്തിലുള്ള അവരുമായിട്ടുള്ള സംസർഗം കൊണ്ടും ആ അവരുടെ ദേവതകളോടും ദേവന്മാരോടും അല്ലെങ്കിൽ അവരുടെ ആരാധനാമൂർത്തികളോടും അടുത്തു വരുവാനും അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ബന്ധമുണ്ടാകുവാനും ഇസ്രായേൽ ജനത്തിനും ഇടയായിത്തീരും. അതുകൊണ്ടാണ് അവരുടെ ദേവന്മാരുടെ ദേവതകളുടെ പേര് ജപിക്കുവാനോ നമസ്കരിക്കുവാനോ ആരാധിക്കുവാനോ പോവരുത് എന്ന് യോശുവ ഈ ജനത്തോട് പറയുന്നത് മാത്രമല്ല, ഈ ശേഷിച്ച കനാനുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ബന്ധവും, പ്രത്യേകിച്ച് വിവാഹ ബന്ധവും ഇസ്രായേൽ ജനത്തിന്റെ ആത്മീയ വിശുദ്ധി നഷ്ടപ്പെടുവാൻ ഇടയായിത്തീരും എന്നൊരു മുന്നറിയിപ്പ് കൂടി യോശുവ ഈ ഭാഗത്ത് നൽകുന്നുണ്ട്. കാരണം മിസ്രൈമിൽ അല്ലെങ്കിൽ കനാനിൽ അവശേഷിക്കുന്ന മറ്റു ജനങ്ങളുമായിട്ടുള്ള
ഇസ്രായേൽ ജനത്തിന്റെ സംസർഗം, അവരുടെ ബന്ധങ്ങള്, അവരുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്നതും അവരുടെ ആത്മീയ വിശുദ്ധിയെ ഇപ്പൊ ഇതുവരെ അവർ കേട്ട് മനസ്സിലാക്കി പഠിച്ച് യോശുവ മുഖാന്തരം അവർ മനസ്സിലാക്കിയ, അവരെ പഠിപ്പിച്ച, അവർ പ്രതീക്ഷിച്ചു കൊടുത്ത സകല ഉപദേശങ്ങളും മലിനമാക്കപ്പെടുവാനും ആ വിശുദ്ധിയിൽ നിന്ന് അവർക്ക് വേർപെട്ടു പോകുവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് അവിടെ യോശുവ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ചരിത്രം എന്ന് പറയുന്നത് ശലോമോന്റെ ജീവിതം തന്നെയാണ്. മുന്തിരാക്കന്മാർ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, അതുപോലെ 11 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം ശലോമോൻ ആരായിരുന്നു, എന്താണ് ശലോമോന്റെ ജീവിതത്തിന്റെ തുടക്കം. ശലോമോൻ എത്രമാത്രം ജ്ഞാനിയായ ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തോട് ഞാൻ ചോദിച്ചു വാങ്ങിയ ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ജ്ഞാനിയായ ഒരു രാജാവായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ആ അവസ്ഥയിൽ നിന്ന് വളരെ ശോചനീയമായ, വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്ക് ശലോമോൻ മാറുവാൻ ഇടയായിത്തീർന്നു? അത് മറ്റ് വിശ്വാസങ്ങളിലേക്കും ദേവന്മാരിലേക്കും മറ്റ് ദേവതകളിലേക്കും വിഗ്രഹത്തിലേക്കും തന്റെ ഭാര്യമാർ മുഖാന്തരം തിരിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ശലോമോന് അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് നാം നമ്മുടെ വിശ്വാസം, നമ്മുടെ ആത്മീയവിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ അനേക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. അനേക കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വളരെ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം എന്ന് അവിടെ പറയും. പല വേദഭാഗങ്ങളും അതിനോടനുബന്ധിച്ച് എടുത്ത് വായിക്കുവാൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം വായിക്കുവാൻ സമയമില്ല. 2 കൊരിന്ത്യർ 6:14, 1 കൊരിന്ത്യർ 7:19-16 ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിശ്വാസികള് അവിശ്വാസികളുമായിട്ട് യാതൊരു തരത്തിലുള്ള ആ ഒരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു വിവാഹബന്ധം, നിങ്ങൾ ഇണയില്ലപ്പണ കൂടരുത് എന്ന് അവിടെ പറയുന്നുണ്ട്. അതുപോലെ 1 കൊരിന്ത്യർ 7:12-16 വരെ പറയുമ്പോൾ നമ്മൾ അവിശ്വാസിയായ ഒരു ഭാര്യയോ അവിശ്വാസിയായ ഒരു ഭർത്താവിനെയോ നാം സ്വീകരിച്ചിട്ട് അവരങ്ങനെ തന്നെ ജീവിച്ചു പോകുന്നുവെങ്കിൽ അവരുടെ മക്കൾ ശുദ്ധിയില്ലാത്തവര് ആണ് എന്ന്, അവിടെ അശുദ്ധരാണ് എന്ന് വേദോസ്തം രേഖപ്പെടുത്തുന്നു. എന്നാൽ അതോടൊപ്പം വിശ്വാസിയായ ഒരു വ്യക്തി അവിശ്വാസിയായ ഒരു ഭാര്യയോ ഭർത്താവിനെയോ എടുത്തിട്ട് സ്വീകരിച്ചിട്ട് അവർ വിശ്വാസത്തിലേക്ക് വരുന്നുവെങ്കിൽ അത് നല്ലത് എന്ന് പൗലോസ് പറയുമ്പോൾ 6:14 പറയുന്നത്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പണ് കൂടരുത്. കാരണം നമ്മുടെ വിശ്വാസങ്ങളെ മലിനമാക്കുന്ന, അശുദ്ധിയിലേക്ക് നയിക്കുന്ന, നമ്മുടെ വിശ്വാസത്തിൽ മറ്റ് ചിന്തകളും മറ്റ് സമ്പ്രദായങ്ങളും ഇടകലരുവാൻ അനുവദിക്കുന്ന തരത്തിലുള്ള ഓരോ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ നാം ഒരിക്കലും അവസരം ഉണ്ടാക്കരുത്. നാം അതിനായിട്ട് ഒരിക്കലും നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം അതിനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കരുത് എന്ന് ഇവിടെ യോശുവ ഈ ജനത്തോട് പറയുമ്പോൾ അപ്പോസ്തലൻ പൗലോസും അതേ കാര്യം തന്നെ തന്റെ വിശ്വാസികളായ നാം ഓരോരുത്തരോടും ഈ നാളുകളിൽ നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിന്റെ ആത്മീയമായ മൂല്യങ്ങളെ നാം മനസ്സിലാക്കിക്കൊണ്ട് ആത്മീയ വിശുദ്ധിയിൽ നാം ജീവിപ്പാനും വളരുവാനും എത്രമാത്രം നമ്മൾ ശ്രദ്ധയുള്ളവരായിട്ട് ജീവിക്കണം എന്ന് യോശുവ ഇസ്രായേലിനോട് പറയുന്നത് തന്നെ അപ്പോസ്തലൻ പൗലോസ് നാം ആയിരിക്കുന്ന ഈ ആത്മീയ ഇസ്രായേലിനോടും സംസാരിക്കുന്ന വേദഭാഗങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ അടുത്ത് ചിന്തിക്കുന്നത് കർത്താവിന്റെ കോപത്തെക്കുറിച്ച്. കർത്താവിന്റെ കോപം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദൈവം കോപിക്കുന്ന ദൈവം, അല്ലെങ്കിൽ കോപം കൊണ്ടു നടക്കുന്ന ദൈവം, കോപത്തിലൂടെ മറ്റുള്ളവരെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമല്ല. ദൈവകോപം എന്ന് പറയുന്നത് പാപത്തെ നശിപ്പിക്കുവാനും നീതിയെയും സ്നേഹത്തെയും നിലനിർത്തുവാനും എന്ത് നീതിമാനായ ഒരു വ്യക്തി ചെയ്യണം, ഒരു ദൈവം ചെയ്യണം, ആ പ്രവൃത്തിയെ ആണ് കോപമായിട്ട്, അല്ലെങ്കിൽ കോപത്തിന്റെ പ്രവൃത്തിയായിട്ട് മറ്റുള്ളവര് മനസ്സിലാക്കുന്നത്. അത് ദൈവം നാം കോപിക്കുന്നത് പോലെ, അല്ലെ നാം ദേഷ്യപ്പെടുന്നത് പോലെ ദേഷ്യപ്പെടുകയോ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന ഒരു അർത്ഥത്തിലല്ല നാം അതിനെ കാണേണ്ടതല്ല, നമ്മളതിനെ കാണുന്നത്. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ പല സന്ദർഭങ്ങളിലും ദൈവത്തിന്റെ കൽപ്പനകളെ മനഃപൂർവ്വം അനുസരിക്കാതെ, ലംഘിച്ച്, ദൈവത്തെ മാനിക്കാതെ
തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്ത അനുഭവം അവർക്ക് അവരുടെ ഇടയിൽ ഉണ്ടായപ്പോ ആ പാപകരമായ ആ ജീവിതത്തെ മറ്റ് ജനങ്ങളും കണ്ട് പഠിച്ച് മനസ്സിലാക്കി അവരും പാപികളായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ദൈവത്തോട് പാപം ചെയ്ത് നശിച്ചു പോകാതിരിക്കാതിന് വേണ്ടി അങ്ങനെ അവരും ആയി തീരാതിരിക്കുന്നതിന് വേണ്ടി ആ പാപത്തെ അവരുടെ ഇടയിൽ നിന്ന് മാറ്റിക്കളക എന്നത് നീതിമാനായ ഒരു ദൈവത്തിന്റെ ഉത്തരവാദിത്വം കടമയാണ് എന്നുള്ളതുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നു എന്നത് മാത്രമാണ് ചെയ്യുന്നത്. യോശുവ 23 അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിൽ നാം ദൈവത്തെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ, ദൈവത്തിന്റെ നിയമം ലംഘിക്കുമ്പോഴാണ് ദൈവം നമ്മോട് കോപിക്കുവാൻ ഇടയായിത്തീരുന്നത്. നാം ദൈവത്തിന്റെ നിയമം ലംഘിക്കുമ്പോൾ ആ ലംഘനത്തിന് ഒരു ശിക്ഷ ഉണ്ട്. അതെല്ലായിടത്തുമുണ്ട്, ഏത് സമയത്തുമുണ്ട്. അത് ഒരു നിയമമാണ്. പാപം ചെയ്താൽ ആ പാപത്തിന് ഒരു ശമ്പളമുണ്ട്. ഒരു ലംഘനം നടത്തിയാൽ ലംഘനത്തിനൊരു ശിക്ഷയുണ്ട്. അത് ഏത് സമൂഹത്തിലും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു നിയമം പഠിപ്പിക്കുക എന്നത് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. ഇത് ഇസ്രായേൽ ജനം തങ്ങളുടെ മരുഭൂമി യാത്രയിൽ അത് അനുഭവിച്ച് അറിഞ്ഞവരാണ്. കാരണം ദൈവം അവരുമായിട്ട് ചെയ്ത ഉടമ്പടി ലംഘിക്കപ്പെട്ട സമയങ്ങളിലൊക്കെ ആ ഉടമ്പടിയെ പുനഃസ്ഥാപിക്കുവാനും ലംഘനങ്ങളെ അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവാനും പാപത്തെ അവരുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ മാറ്റുവാനും ഒഴിവാക്കുവാനും ദൈവം പ്രവർത്തിച്ചു എന്നതാണ്. അപ്പൊ അവിടെ ലേവ്യ പുസ്തകം 26 അധ്യായം, അതുപോലെ ആവർത്തന പുസ്തകം 28 അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹം തരുന്നത് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥ അവിടെ ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അനുഗ്രഹം തരുമ്പോൾ നാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും അത് ലംഘിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദോഷങ്ങളെ കുറിച്ചും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നാം അനുസരിക്കേണ്ട നാം പാലിക്കേണ്ടതായ വ്യവസ്ഥകളും ആ വ്യവസ്ഥകൾ ലംഘിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അല്ലെങ്കിൽ ദോഷവും ശാപവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ വ്യവസ്ഥ അനുസരിച്ച് നാം അത് അനുസരിക്കുമ്പോൾ, അത് പാലിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം നമുക്ക് ലഭിക്കും. നാം അത് ലംഘിക്കുന്നുവെങ്കിൽ നമുക്ക് അതിന്റെ ശാപവും ഉണ്ടാകും. ഇതാണ് ഇസ്രായേലിന്റെ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതാണ്. ഇപ്പോ മീഖയുടെ പ്രവചനം 7 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അകത്യൻ ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുന്ന ദൈവം യഹോവ മാത്രമാവുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ അകത്യം ക്ഷമിക്കുന്ന ദൈവമാണ്. നാം പാപം ചെയ്തു എങ്കിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നാം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ, നമ്മുടെ അതിക്രമങ്ങളെ ആ ദൈവം ക്ഷമിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. സങ്കീർത്തനം 7:11 പറയുന്നത് ദൈവം നീതിയുള്ള ന്യായാധിപതി ആകുന്നു എന്ന്. ദൈവം ഒരിക്കലും പാപം ചെയ്യുവാനോ പാപത്തെ സ്നേഹിക്കുന്നവനോ പാപം ദൈവത്തിന്റെ ജനത്തിന്റെ ജീവിതത്തിൽ നിലനിൽക്കുവാനോ ആഗ്രഹിക്കുന്ന ദൈവമല്ല. പാപത്തെ വിട്ടൊഴിഞ്ഞ് പാപമില്ലാത്ത അവസ്ഥയിൽ നാം ഓരോരുത്തരും ആയിത്തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ അനുഗ്രഹത്തിന് ദൈവം വ്യവസ്ഥ വയ്ക്കുവാൻ ഇടയായിത്തീർന്നു. ആ വ്യവസ്ഥ നാം എത്ര ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ ബാധ്യസ്ഥരാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ്, വിശ്വസ്തയുള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ, നമ്മളെ അത് മനസ്സിലാക്കി തരുവാനുമാണ് ഈ വ്യവസ്ഥകൾ മുഖാന്തരം ദൈവം തന്റെ മക്കൾക്ക് അനുഗ്രഹം നൽകുവാൻ ഇടയായിത്തീർന്നു. നാം ഓരോരുത്തരും പാപം അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് മോചിക്കപ്പെടുവാൻ
നമ്മുടെ പാപങ്ങളെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ, നമ്മുടെ പാപങ്ങളെ വഹിക്കുവാൻ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത, പാപം അറിയാത്ത ദൈവം അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപം അല്ലെങ്കിൽ ദൈവം അവനെ പാപമാക്കി തീർത്തു എന്ന് 2 കൊരിന്ത്യർ 5:21 രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഒന്ന് ചിന്തിച്ചു നോക്കാം. നാം ദൈവത്തിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ കോപം എന്ന് പറയുമ്പോൾ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപം അകറ്റുവാൻ, പാപത്തെ ഒഴിവാക്കുവാൻ, ലംഘനങ്ങൾ ഒഴിവാക്കുവാൻ, നമ്മെ വിശുദ്ധിയിലേക്ക് വഴി നടത്തുവാൻ, വിശുദ്ധിയുടെ പാഠം നമ്മളെ പഠിപ്പിക്കുവാൻ ദൈവം അനുവർത്തിക്കുന്ന വഴികളാണ് നമുക്ക് കോപമായിട്ടും ശിക്ഷയായിട്ടും അനുഭവപ്പെടുന്നത്. നോക്കുക, നമ്മുടെ പാപം ഏറ്റെടുക്കുവാൻ, നമ്മുടെ പാപം വഹിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപമാക്കി. അപ്പൊ തീർച്ചയായും അത്രമാത്രം ആ ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മളെ പാപത്തിന് അധീനമായിട്ട് നശിച്ചു പോകുവാൻ അനുവദിക്കാതെ നമ്മളെ വീണ്ടെടുക്കുവാൻ തന്റെ പുത്രനെ പാപമാക്കി തീർത്തപ്പോ ആ ദൈവത്തിന്റെ കോപം എന്ന് പറയുന്നത് നാം മനസ്സിലാക്കുന്ന മാനുഷികമായിട്ടുള്ള അവസ്ഥയിലുള്ള കോപമാകുന്നുവോ അല്ലെങ്കിൽ അതിന്റെ ശിക്ഷയാകുന്നുവോ, അതോ മറിച്ച് നമ്മളെ അഗാധമായിട്ട് ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മളെ ബാലശിക്ഷ തന്ന് നമ്മളെ അനുസരണമുള്ള മക്കളാക്കി തീർക്കുവാൻ ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്നതാണോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യം. നാം തുടർന്ന് ചിന്തിക്കുന്നത്, നാം ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുക. ആര്? കാലേബ് ജീവിച്ചു. കാലേബ് ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിച്ച വ്യക്തിയാണ്. ഇവിടെ പറയുന്നത് വിഗ്രഹാരാധനയുടെ പ്രലോഭനവും ദൈവത്തിന്റെ ക്രോധവും ഒഴിവാക്കാനുള്ള ഏക മാർഗം ഉടമ്പടിയോട് ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങൾ നിരന്തരം ഓർമ്മിക്കുന്നതിലൂടെയല്ല, മറിച്ച് കർത്താവിനോടുള്ള ബോധപൂർവവും സ്ഥിരവുമായ വിശ്വസ്തത വളർത്തുന്നതിനാണ്. നല്ലൊരു സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് ഞാൻ അത് വായിച്ചത്. ഇപ്പൊ നാം നിരന്തരം ഓർക്കേണ്ട കാര്യങ്ങൾ ബോധപൂർവമായിട്ട് സ്ഥിരതയോടെ ദൈവത്തോടുള്ള വിശ്വസ്തത വളർത്തുന്ന ആ ഒരു കാര്യം നാം എപ്പോഴും ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറ്റിച്ചേരുക അല്ലെങ്കിൽ ഒട്ടിച്ചേരുക എന്ന ആ ഒരു പദം, അല്ല അതിൻ്റെ ഒരു ക്രിയാപദം, അതിന് ഉദാഹരണമായിട്ട് കാണിക്കുന്ന ബന്ധം ഭാര്യയുടെയും ഭർത്താവിന്റെയും ബന്ധത്തെ സംബന്ധിച്ച് എത്രമാത്രം അവര് പരസ്പരം യോജിച്ച് അല്ലെങ്കിൽ പരസ്പരം പറ്റിച്ചേർന്ന് ജീവിക്കുന്നു അല്ലെങ്കിൽ ഒട്ടിച്ചേർന്ന് ജീവിക്കുന്നു. അതുപോലെ വിശുദ്ധ വേദപുസ്തകത്തില് രൂത്തിന്റെയും നവോമിയോടും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് അവിടെ രൂത്ത് പറയുന്ന കാര്യം എന്താണ്? എത്രമാത്രം രൂത്തിനോട് അല്ലെങ്കിൽ രൂത്തിന് നവോമിയോട് ഏറ്റവും ചേർന്ന് അല്ലെങ്കിൽ ഒട്ടിച്ചേർന്ന് അല്ലെങ്കിൽ പറ്റിച്ചേർന്ന ബന്ധം ഉണ്ടായിരുന്നു. നീ പോകുന്നിടത്ത് ഞാൻ പോകും, നിന്റെ ജനം എന്റെ ജനം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും, നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറയുമ്പോൾ അവിടെ അതിനിടയിൽ മറ്റൊരു കാര്യമൊന്നുമില്ല. അപ്പം ഈ ഒരു പറ്റിച്ചേരൽ, ഈ ഒരു കൂടിച്ചേർന്ന അവസ്ഥ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തോട് ഉണ്ടാവണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യോശുവ 23:11 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മുടെ ദൈവത്തെ, നമ്മുടെ യഹോവയെ സ്നേഹിപ്പിൻ, ഏറ്റവും പൂർണ്ണതയോടെ നാം യഹോവയെ സ്നേഹിക്കണം എന്ന് പറയും. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് പറയുന്നു. അപ്പോ ഈ ഒരു ആഹ്വാനം ദൈവമക്കളായ നമുക്ക് ഏറ്റവും ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു ആഹ്വാനമാണ്. നമ്മുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക എന്ന്. ഇപ്പൊ ഇസ്രയേലിന്റെ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ നിരന്തരം അവർക്ക് ആസ്വദിക്കുവാൻ കഴിയണമെങ്കിൽ
ഈ വിശ്വസ്തത എപ്പോഴും എല്ലാ സമയത്തും ദൈവത്തോടൊക്കെ ഉണ്ടായിരിക്കണമെന്ന് യോഹന്നാൻ 13:34 രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന്. അതുപോലെ മത്തായി പുറപ്പാട് 19:1 പറയുമ്പോൾ ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറയിൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ആ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ആവർത്തനം 6:5 പറയുന്നതും നമ്മൾ നേരത്തെ വായിച്ച മത്തായി സുവിശേഷം 23:27 തന്നെയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അപ്പൊ ഈ ഒരു സ്നേഹം നാം പരിശീലിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുമ്പോൾ, ആ അനുഭവത്തോടെ നമ്മൾ ജീവിക്കുമ്പോൾ നാം ദൈവവുമായിട്ട് ഈടാർന്ന പറ്റിച്ചേരുന്ന ഒരു ബന്ധത്തിലേക്ക്, സ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയും. അതായത് നാം നമ്മുടെ അല്ലെങ്കിൽ സഹോദരങ്ങളോട്, സമശിഷ്ടങ്ങളോട് നാം എങ്ങനെ സ്നേഹമുള്ളവരായിട്ട് ജീവിക്കുകയും ആ സ്നേഹം അനുഭവിക്കുകയും ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ആ ഒരു സ്നേഹത്തിന്റെ വലയത്തിൽ അത്തരത്തിൽ നാം ജീവിക്കുമ്പോൾ തീർച്ചയായും നാം ഓരോരുത്തരും ദൈവത്തോടും അത്തരത്തിലുള്ള സ്നേഹത്തിൽ നമുക്ക് വർദ്ധിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുകയാണ്. അപ്പൊ കർത്താവ് യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തതിനു മുമ്പ് തന്റെ ശിഷ്യന്മാരോട് ആവർത്തിച്ച് പറയുന്ന കാര്യം സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ്. അല്ലെ, നിങ്ങൾ പരസ്പരം നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം മാത്രമല്ല, നിങ്ങൾ ഒരുവൻ മറ്റൊരുവനെ സ്നേഹിക്കണം, അവിടെ ഒരു വ്യത്യാസം ഉണ്ടാവരുത്. അങ്ങനെ സ്നേഹത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ കർത്താവ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നു. അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ നമ്മുടെ തന്റെ മക്കളെയും സ്നേഹിക്കുന്നു, തന്റെ ജനത്തെയും സ്നേഹിക്കുന്നു. അപ്പോ എങ്ങനെയാണ് ദൈവം പുത്രനെ സ്നേഹിച്ചത്, അതുപോലെ കർത്താവ് യേശുക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലും നമുക്ക് പരസ്പരം ഉണ്ടാകുമ്പോഴാണ് നാം ദൈവത്തിന് മക്കളാണ്. അപ്പം വേദപുസ്തകത്തിൽ അനേകം വാക്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നാം ദൈവത്തോട് എത്തിച്ചേർന്ന് ആ സ്നേഹം നമ്മളിൽ പൂർണ്ണമാവുമ്പോൾ ആ സ്നേഹത്തിൽ നമുക്ക് വസിക്കാനിടയായിത്തീരും. നമുക്ക് നമ്മുടെ സഹജീവികളോടും നമ്മുടെ സഹോദരങ്ങളോടും നമുക്ക് ആ സ്നേഹത്തിൽ നിലനിൽപ്പാനും അങ്ങനെ ആ ദൈവസ്നേഹം നമ്മളിൽ വളരുകയും നമ്മളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവമക്കളും കർത്താവിന് ശിഷ്യന്മാരാകുന്നുവെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുക. മറ്റുള്ളവരും ഈ ദൈവത്തെ സ്നേഹിക്കുവാനും വിശ്വസിപ്പാനും ആരാധിക്കുവാനും ഇടയായിത്തീരും. അതുകൊണ്ട് യോശുവ ഇസ്രായേൽ ജനത്തോട് അന്ത്യസമയത്ത് ചെയ്യുന്ന ആഹ്വാനം പോലെ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഭൗതിക യുഗത്തില്, ഈ ലോകത്തില് നമ്മുടെ ആത്മവിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന, നമ്മുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന, നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുന്ന യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതെ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാനുള്ള വ്യവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി നമുക്ക് സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും, അങ്ങനെ നാം ഓരോരുത്തരും ആ സ്നേഹത്തിൽ വളരുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആ വലിയ സ്നേഹം നമ്മിൽ നിറയുവാനും ആ സ്നേഹത്തിൽ നമുക്ക് വസിച്ചുകൊണ്ട് ഈ ലോകത്തിൽ കർത്താവിന്റെ നല്ല ശിഷ്യന്മാരായിട്ട് മറ്റുള്ള നമ്മളെ മനസ്സിലാക്കി തരുവാൻ കഴിയുന്ന വിധത്തിൽ ആ മാതൃകയിൽ ജീവിപ്പാൻ ദൈവം നമ്മുടെ ഓരോരുത്തരെയും അവന്റെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠം ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതാവട്ടെ. ആമേൻ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവെ നൽകുന്നു, തിരുനാമത്തിനായി വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യോശുവ തന്റെ ജനമായ ഇസ്രായേലിനോട് അവസാന സമയത്ത് ആഹ്വാനം ചെയ്തതായ ഉപദേശം എത്രമാത്രം ദൈവത്തോട് പറ്റിച്ചേർന്നുകൊണ്ട് പൂർണ്ണമായ സ്നേഹത്തിൽ വസിപ്പാൻ, അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, അവിടുത്തെ അനുഗ്രഹത്തിന്റെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിപ്പാൻ, അടിയങ്ങള് സ്നേഹത്തിൽ വർത്തിപ്പാൻ, ജീവിപ്പാൻ അടിയങ്ങള് ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർക്കുവാനും അത് മനസ്സിലാക്കുവാനും അടിയങ്ങൾ എവിടെ സഹായിച്ചൊക്കെ സ്തുതിക്കുന്നു. അതിന് പ്രകാരം എവിടെയെങ്കിലും ജീവിപ്പാൻ തക്കും ഈ അന്ത്യനാളുകളിൽ അടിയങ്ങൾ ദൈവസന്നിധിയിൽ അടിയങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആത്മീയമായിട്ടുള്ള നിർദ്ദേശങ്ങളും ആത്മീയമായിട്ടുള്ള ആഹ്വാനങ്ങളും അടിയങ്ങള് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കളായി നിലനിൽക്കാൻ അടിയങ്ങൾ ഓരോരുത്തരും ഇവിടുന്ന് സഹായിക്കുന്നു. അടിയങ്ങൾക്ക് ആ ജീവനം നൽകിയ യേശു നാം ചോദിക്കുന്നു.
കൃപയുടെ കേൾക്കണം നല്ല ദൈവമേ. ആമേൻ.